നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്ത് പ്രചരണം, തോമസ് ഐസക്കിന് നോട്ടീസ്. വനവകുപ്പ് ഓഫീസിൽ ഗ്രോ ബാഗിൽ കഞ്ചാവ് കൃഷി റിപ്പോർട്ട് ചെയ്ത ഓഫീസർക്ക് 5 ജില്ലകൾക്ക് അപ്പുറത്തേക്ക് സ്ഥലം മാറ്റം. CPM വംശനാശം നേരിടുകയാണ്. AK ബാലന് മറുപടിയുമായി VD സതീശനും രമേശ് ചെന്നിത്തലയും. ആദ്യം ഒരിടത്ത് കേബിൾ പൊട്ടിയിട്ടും ലോറി നിർത്തിയില്ല. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടിയില്ല. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാർ മിഷനറി ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് കളക്ടറുടെ നോട്ടീസ്. UDFന്റെ പരാതിയിലാണ് നോട്ടീസ്. 3 ദിവസത്തിനകം തോമസ് ഐസക് വിശദീകരണം നൽകണമെന്ന് നോട്ടീസിലൂടെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കുമായിരുന്നു UDF ചെയർമാൻ വർഗീസ് മാമൻ പരാതി നൽകിയത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നും കുന്നത്താനം ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സന്റെ ഓഡിയോ സന്ദേശം വിവാദമായിരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ KDSകിന്റെ ജീവനക്കാരെയും ഹരിതസേനയുമാണ് തോമസ് ഐസക് പ്രചാരണത്തിനായി ദുരുപയോഗം ചെയ്തതെന്നും UDF ആരോപിച്ചിരുന്നു. KDSകിന്റെ കൺസൾട്ടന്റുകൾ വീടുകൾ കയറി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന വ്യാജ വാഗ്ദാനം നൽകുകയാണെന്നും പരാതിയിൽ പറയുന്നു. 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി തോമസ് ഐസക് വിവരശേഖരണം നടത്തുകയാണ്. ഇക്കാര്യം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ സൂചിപ്പിച്ചതായി UDF പറയുന്നു. KDSകിലെ യുവ കൺസൾട്ടന്റുകൾ ഡാറ്റാബേസ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുകയാണെന്നും UDFന്റെ പരാതിയിൽ പറയുന്നു. കോട്ടയം എരുമേലിയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയതിനെ ചൊല്ലി വിവാദം. റേഞ്ച് ഓഫീസർ BR ജയനെ എരുമേലിയിൽ നിന്നും മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റിയത്. കോട്ടയം പത്തനംതിട്ട അതിർത്തിയിലെ പ്ലാച്ചേരി വനം വകുപ്പ് ഓഫീസിൽ കഞ്ചാവ് ചെടി വളർത്തിയതിൽ ജീവനക്കാരുടെ പങ്ക് റിപ്പോർട്ട് ചെയ്ത് 3 ദിവസത്തിനുള്ളിലാണ് സ്ഥലം മാറ്റം. 2 ജീവനക്കാരികൾ കുറെ നാൾ മുമ്പ് നൽകിയ പരാതിയെ തുടർന്നാണ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയതെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. റേഞ്ച് ഓഫീസർ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് ഇവർ നൽകിയ പരാതിയിലെ ആരോപണം. മാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിയിൽ അന്വേഷണം വിധേയമായാണ് സ്ഥലം മാറ്റമെന്നാണ് വിശദീകരണം. മൂവാറ്റുപുഴ പുനലൂർ പാതയ്ക്ക് സമീപം പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസിന്റെ പഴയ കെട്ടിടത്തിന് സമീപം 40 ഗ്രോ ബാഗുകളിലായി 2 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ട് ജയൻ മാർച്ച് 16-നാണ് നൽകിയത്. 300 എണ്ണം ഉണ്ടായിരുന്നു എന്നായിരുന്നു ആരോപണം. എരുമേലി റേഞ്ച് ഓഫീസിന്റെ കീഴിലാണ് പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് ഇതിന്റെ പിറകിലായി കഞ്ചാവ് ചെടി നട്ടു വളർത്തുന്ന ചിത്രങ്ങളും വീഡിയോകളും സഹിതം വിവരം ലഭിച്ചതോടെയാണ് റേഞ്ച് ഓഫീസറെ അന്വേഷണം നടത്തിയത്. പരിശോധനയ്ക്ക് 3 ദിവസം മുമ്പായി ചെടികൾ നശിപ്പിച്ചിരുന്നു. എന്നാൽ ഇവ അവിടെ ഉണ്ടായിരുന്നതിന് തെളിവ് ലഭിച്ചു. പക്ഷെ തനിയെ വളർന്നു വന്നതാണ് എന്നായിരുന്നു ആരോപണ വിധേയരുടെ മറുപടി. കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ CPM നേതാവ് AK ബാലനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും. കോൺഗ്രസ് തോൽക്കുമെന്ന് ബാലൻ പറഞ്ഞതിന്റെ അർത്ഥം BJP ജയിക്കുമെന്നാണോ എന്ന് VD സതീശൻ ചോദിച്ചു. രാജ്യത്ത് കോൺഗ്രസിന്റെ മയ്യത്ത് എടുക്കുമെന്ന് വെച്ചാൽ അതല്ലേ അർത്ഥം? BJPയെ സഹായിക്കുകയാണ് CPM ചെയ്യുന്നത്. CPM വംശനാശം നേരിടുകയാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് എതിരെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. എന്നാൽ CPM സ്വന്തം നിലനിൽപ്പാണ് നോക്കുന്നത്. സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇലക്ഷൻ സ്റ്റണ്ടാണ്. നേരത്തെ ആകാമായിരുന്നല്ലോ. കേന്ദ്ര സർക്കാരിനെതിരെ പോരാട്ടം നടത്തുകയാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. ഇതിനെല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആകെ പേടിച്ചിരിക്കുകയാണ്. BJP CPM ബന്ധമാണ്. അവർ ഒരുമിച്ച് നിന്നാലും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. BJPക്ക് ഇല്ലാത്ത സ്പേസ് കേരളത്തിൽ CPM ഉണ്ടാക്കുകയാണ്. BJP നേതാക്കളെ ഡൽഹിയിൽ പോയി കണ്ട് രാജേന്ദ്രനെതിരെ നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ഭീരുക്കളുടെ പാർട്ടിയാണ് CPM. BJPയുടെ B ടീമായി കേരളത്തിൽ CPM പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ CPMന്റെ കാലനായി പിണറായി മാറി. തീവ്ര വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞ് BJPയെ CPM നേതാക്കൾ സന്തോഷിപ്പിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളി തഴവയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ അപകടത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി പരിക്കേറ്റ സന്ധ്യയുടെ ഭർത്താവ് തുളസീധരൻ. ലോറി 2 കേബിളുകൾ പൊട്ടിച്ചാണ് അതിവേഗത്തിൽ മുന്നോട്ട് പോയതെന്ന് തുളസീധരൻ പറഞ്ഞു. ആദ്യം കണ്ടതാണെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേബിൾ പൊട്ടിയിട്ടും ലോറി നിർത്തിയില്ല. കരുനാഗപ്പള്ളി സർക്കാർ ആശുപത്രിയിൽ നിന്നും മതിയായ ചികിത്സ കിട്ടിയില്ലെന്നും ഭാര്യയുടെ ജീവൻ നഷ്ടമാകുമെന്ന് തോന്നിയപ്പോഴാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും തുളസീധരൻ വ്യക്തമാക്കി. ശരീരത്തിൽ നിരവധി പരിക്കുകൾ ഉണ്ടായിരുന്നു. കേബിൾ പൊട്ടി വീണ് വണ്ടിയെ വലിച്ചിഴിച്ച് കൊണ്ടുപോകുകയായിരുന്നു തുളസീധരൻ പറയുന്നു. ലോറി ഉയരത്തിലാണ് തടി കയറ്റി കൊണ്ടുവന്നത്. കേബിൾ പൊട്ടിച്ചുകൊണ്ടാണ് ലോറി വന്നതെന്ന് സംഭവത്തിന്റെ ദൃക്സാക്ഷികളിൽ ഒരാൾ വ്യക്തമാക്കി.